Realme Buds Wireless 2 Neoയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ 7 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ യൂസർ റിവ്യൂ ആണ്. എൻ്റെ കൂടെ നമ്മുടെ മുത്തു ചേച്ചിയുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് മുത്തു ചേച്ചിക്ക് വേണ്ടിയാണ്. 1399 രൂപയായിരുന്നു അന്നത്തെ ആ ഒരു സ്പെഷ്യൽ ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിക്ക് അതിൻ്റെ വില എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ 1499 നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്താണ് 7 മാസങ്ങൾക്ക് ശേഷമുള്ള Realme Buds Wireless 2 Neoയുടെ അവസ്ഥ എന്ന് മനസ്സിലാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യக்கூடாது. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ Realme Buds Wireless 2 Neo 7 മാസങ്ങൾക്ക് ശേഷം. എനിക്ക് ആക്ച്വലി ഇതിൽ ജസ്റ്റ് ഒന്ന് ഫിസിക്കലി നോക്കുവാണെങ്കിൽ ആകെ കണ്ടത് നമ്മുടെ ഈ ഒരു യെല്ലോ വയർ എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒരു സംഭവവും ഇതിൽ അങ്ങനെ വലുതായിട്ട് ഫിസിക്കലി നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നില്ല. 1499 രൂപയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ്. എന്നാൽ ഞാനിത് 1399 രൂപയ്ക്കായിരുന്നു ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വാങ്ങിച്ചത്. പക്ഷേ ബിഗ് ബില്യൺ ഡേയിൽ ഇത് 999 ആയി. പിന്നെ പല ഓഫറുകളിലും ഞാനിത് 1199 രൂപയ്ക്കും കണ്ടിട്ടുണ്ട്. എന്തായാലും 1199 അല്ലെങ്കിൽ 999 നമ്മളിതൊക്കെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാനേ ഞാനിതിന് പറയത്തുള്ളൂ. 11.2 mm ബേസ് ബൂസ്റ്റ് പ്ലസ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മാഗ്നറ്റിക് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ടോട്ടൽ പ്ലേ ടൈം ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് 17 മണിക്കൂറാണ്. ചേച്ചിക്ക് 17 മണിക്കൂർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചേച്ചി? ഞാൻ അത്രയും സമയം ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ മാക്സിമം 4 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെ ഉപയോഗിക്കാറുണ്ട്. പാട്ട് കേൾക്കാനും അല്ലാതെ കോളിനും എല്ലാമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എത്ര ശതമാനത്തിലാണ് പാട്ട് കേൾക്കാറുള്ളത്? പാട്ട് അതിന്റെ ഹാഫ് 50% കേൾക്കാറുള്ളത് അല്ലേ? എത്ര ദിവസത്തിനുള്ളിൽ ഇത് ഇടയ്ക്ക് ചാർജ് ചെയ്യാറുണ്ട്? 2 ദിവസത്തിലിടയ്ക്ക്. 2 ദിവസത്തിലൊരിക്കൽ ചാർജ് ചെയ്യാറുണ്ട്. അതെ, അതും ആ സമയത്ത് അത് 50% ചാർജ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാലും തീർന്നു പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് ചേച്ചി പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 17 hours ഒക്കെ കിട്ടണം. 50% പാട്ട് കേൾക്കണമല്ലോ. കമ്പനി അത് തന്നെയാണ് പറയുന്നത്. 17 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നത് നമ്മൾ 50% പാട്ട് കേട്ടാൽ മാത്രമാണ്. ചേച്ചി പാട്ട് നല്ല രീതിക്ക് കേൾക്കാറുണ്ടോ? അതെ, നല്ല രീതിക്ക് പാട്ട് കേൾക്കാറുണ്ടല്ലേ? അതുപോലെ എപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത്? ട്രാവൽ ചെയ്യുന്ന സമയത്ത് കോൾ എടുക്കാറുണ്ട്. ഹെൽമെറ്റിന്റെ അകത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതോ അല്ല വെളിയിൽ വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഹെൽമെറ്റിന്റെ അകത്ത് മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. പല കൂട്ടുകാരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു നെക്ക് ബാൻഡ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ടാണ് ഞാനിപ്പോൾ ചേച്ചിയോട് ചോദിച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി ആക്ച്വലി ഈ ഒരു നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് അല്ലേ ചേച്ചിയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ചേച്ചി നല്ല രീതിക്ക് തന്നെ ട്രാവൽ ചെയ്യാറുണ്ട് അല്ലേ ദിവസവും? എനിക്ക് തോന്നുന്നു ഒരു 100 കിലോമീറ്ററിന്റെ മുകളിൽ വണ്ടി ഓടിക്കാറുണ്ട് ദിവസവും അല്ലേ? ആ സമയത്തൊക്കെ തന്നെ ഇതുപോലെ നെക്ക് ബാൻഡ് കയ്യിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കോളിംഗ് പേർപ്പസിനാണെങ്കിലും നമുക്ക് മ്യൂസിക്കിനാണെങ്കിലും എന്തായാലും 17 hours ഓൾമോസ്റ്റ് കിട്ടുമെന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ലേറ്റൻസിയുടെ കാര്യം? അതായത് നമ്മൾ ഓഡിയോ വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണോ കേൾക്കുന്നത്? അതായത് ലിപ് സിങ്ക് എങ്ങനെയാണ്? അങ്ങനെയൊന്നുമല്ല. നോർമലി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടാണ്. ലിപ്സ് മൂവ്മെന്റ് ഒന്നും മാറ്റമായിട്ടൊന്നുമല്ല തോന്നുന്നില്ല. ഈ ഒരു ഗെയിം മോഡൊന്നും ഓൺ ആക്കാറില്ലല്ലോ അല്ലേ? അല്ല, അതൊന്നും ഞാൻ ഇത് ഞാനിപ്പോ പറഞ്ഞത് കാണിച്ചില്ലേ, ഞാൻ ഇന്നിപ്പോ എന്റെ കയ്യിൽ ഇത് സാധനം കിട്ടിയപ്പോഴത്തേക്ക് റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ട് ഞാൻ ഗെയിം മോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചി അത് ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇതിനകത്ത് ഗെയിം മോഡ് ഓൺ ആക്കാണ്ടാണ് ചേച്ചി ഇത്രയും നാളും അതായത് മൂവീസ് കാണുന്നത് അതുപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. കോൾ ചെയ്യുന്ന സമയത്തെ ഇപ്പൊ കൂട്ടുകാർ ഇപ്പൊ ചേച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കോൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഔട്ട്സൈഡിലായിരിക്കും അല്ലെ സംസാരിക്കുന്നത്. ആ സമയത്ത് ചേച്ചിയുടെ വോയിസിനെക്കാളും പുറത്തുള്ള സൗണ്ടാണ് കേൾക്കുന്നത് വല്ലതും പറയാറുണ്ടോ? ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാല് ട്രാവൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ കാറ്റിന്റെ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് ഈ മൈക്ക് പറയാറുണ്ട്. അതേസമയം മൈക്ക് നമ്മള് ഹെൽമെറ്റിന്റെ അകത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ പറയാറില്ല. ഇനി ചേച്ചി അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് നോർമലി പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പോഴൊന്നും അങ്ങനെ ഒരു കംപ്ലൈന്റ് നോർമൽ ആയിട്ടുള്ള സംസാരം പോലെ തന്നെയാണ്. ആരും ഇതുവരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല അല്ലേ? അതായത് ഇതിനകത്ത് ENC ഉണ്ട്, എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ അതിപ്പോ ചേച്ചി പറഞ്ഞതുപോലെ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിൽ കാറ്റിന് ആക്ച്വലി ഇത്രയും വലിയ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നോർമലി ഉള്ള അതായത് സംസാരത്തിൽ നിന്നും വേറെ ഒരു കുഴപ്പവും പറയുന്നില്ല. മഴ നനയാറുണ്ടോ ഈ ഒരു സംഭവം വെച്ചിട്ട്? ഇതുവരെ
ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ല അല്ലേ? IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രിസ്ലിംഗിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. മ്യൂസിക് ചേച്ചി 50% മുകളിലിട്ട് കേൾക്കാറില്ല അല്ലേ? അല്ല, അത് കേൾക്കാറില്ല. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി AAC SBC 2 കോഡൊക്കെ ഉണ്ട്. എന്നാലും ഇതിപ്പോ ഓൾറെഡി AACയിലാണ് കിടക്കുന്നത്. 100% പാട്ട് കേട്ടാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. എന്തായാലും 7 മാസത്തിന് ശേഷം ചേച്ചിക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ചേച്ചി സാറ്റിസ്ഫൈഡ് ആണോ? ആണ്, വളരെ സന്തോഷമുള്ളതാണ്. വെയറിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെയൊന്നും എനിക്ക്. എത്ര മണിക്കൂർ, അതായത് ചെവിന്ന് ഊരി പോകുന്നൊരു ഒന്നുമില്ല? അതായത് ചേച്ചി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു 3-4 മണിക്കൂറോളം അല്ലെ വർക്ക് ചെയ്യുന്ന സമയത്ത് വെക്കാറുണ്ട് അടുക്കളയിൽ. അപ്പൊ ഈ സമയത്ത് ചെവിന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കാറുണ്ട്. റിയൽമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല കംഫർട്ടാണ്. അത് തന്നെയാണ് ഇപ്പൊ ചേച്ചിയും പറഞ്ഞത്. വെയറിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് വേറെ ഒരു പ്രശ്നവും ഇല്ല. നല്ല ഒരു ഡിസ്കംഫർട്ടും ഇല്ല. പ്രത്യേകിച്ച് ചില സമയത്ത് ബോട്ടിലൊക്കെ എനിക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉള്ളിലോട്ട് കയറ്റി വെക്കാറുണ്ട്. പക്ഷേ ചേച്ചി ഇപ്പോൾ പറയണത് ഈ ഒരു സംഭവത്തിൽ, അതായത് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയിൽ അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയറിംഗ് കംഫർട്ട്, നിങ്ങളൊരു നല്ലൊരു ലോങ് സ്ട്രെച്ചിലുള്ള വർക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കോളിംഗ് സെന്ററിലാണെങ്കിൽ പോലും, അതായത് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോൾ വരുന്ന ആളാണെങ്കിൽ പോലും, അതായത് ഇത് ചെവിയിൽ ഇരുന്നെന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു ഡിസ്കംഫർട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ കോളിങ്ങിന് ബാക്ക് ടു ബാക്ക് വരുമ്പോഴത്തേക്ക് കോൾ എടുത്ത് നമുക്ക് സംസാരിച്ചും കട്ട് ചെയ്തൊക്കെ ഇരിക്കുന്നതിലും വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ചേച്ചി ഇതിൽ എന്താ പറയുക, 7 മാസത്തിന് ശേഷവും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? 1399 രൂപ കൊടുത്തതിൽ ഒരിക്കലും ഇപ്പൊ വിഷമമില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. എന്തായാലും ഇന്ന് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒരു 7 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ചേച്ചി പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ എന്ന് പറയുന്നത് വർത്ത് തന്നെയാണ്. 1499 ഇത് വർത്താണോ ചേച്ചി? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അല്ലേ? ഒരു 100 രൂപ കൂട്ടി വേണമെങ്കിലും കൊടുത്താലും വേറെ പ്രശ്നമൊന്നും അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നോർമൽ സമയത്തിലുള്ള റേറ്റായി 1499 രൂപയ്ക്ക് വാങ്ങിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ നല്ലൊരു പ്രോഡക്റ്റ് ആണോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുമുണ്ട്, നല്ലൊരു 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് കണ്ണും കൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതിന് ഞാൻ എപ്പോഴും എടുത്ത് പറയേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വെയറിംഗ് കംഫർട്ടും അതുപോലെ തന്നെ ആ ഒരു മാഗ്നറ്റിക് കൺട്രോളും ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 7 മാസങ്ങൾക്ക് ശേഷമുള്ള റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയുടെ ഒരു യൂസർ റിവ്യൂ ആണ് നിങ്ങൾ ഇന്ന് കണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഒരു ബൈ കൊടുത്തു. ഓക്കെ, ബൈ.